അതെ, നല്ല വിശപ്പ്. നമുക്കൊരു കാര്യം ചെയ്യാം, കഴിച്ചിട്ടാവാൻ ബാക്കി വിശേഷം. എന്താ, എങ്ങനെ, എന്തുട്ടാ, എവിടെ, എല്ലാം പറയാം. കൂടെ പോരെ. അമ്പേ, തിന്നു മുടിക്കാൻ മാത്രമായിട്ടൊരു ജന്മം. പല രീതിയിൽ ഫുഡ് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. കടയിൽ പോയിരുന്ന് കഴിച്ചിട്ടുണ്ട്, ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട്, പിക്കപ്പ് ചെയ്തിട്ടുണ്ട്, ഇനി ഇതൊന്നുമല്ല ഡ്രൈവ് ത്രൂവും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ കാർ ഹോപ്പ് സർവീസ് ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ റീസെൻ്റ്ലി കണ്ടുപിടിച്ചാണ് ഒരു ലൊക്കേഷൻ. അപ്പോൾ സംഭവം എന്നാന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മളവിടെ കൊണ്ട് വണ്ടി ഡെസിഗ്നേറ്റഡ് പാർക്കിംഗ് സ്പോട്ടിൽ ഇടുക, ഫുഡ് ഓർഡർ ചെയ്യുക, അവർ ഫുഡ് കൊണ്ടുവരും, അതിൻ്റെ കൂടെ ട്രെയും വരും, കഴിക്കുക, അവർ ആ ട്രെയും എടുത്തുകൊണ്ട് പോകും, ബാക്കിയെല്ലാം വേസ്റ്റും ക്ലിയർ ചെയ്ത് തരും, എന്നിട്ട് നമ്മൾ വീട്ടിൽ വരും. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെസിഗ്നേറ്റഡ് പാർക്കിംഗ് സ്പോട്ട്സ് ഉണ്ട് ഈ കാർ ഹോപ്പ് സർവീസിന് വേണ്ടി. നമ്മൾ ഫസ്റ്റ് ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ റെഗുലർ കാർ പാർക്കിംഗ് സ്പേസസ് ആണ്. സോ നമ്മൾ ഡ്രൈവ് ചെയ്ത് ബാക്കിലോട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ സ്പോട്ട് ഉള്ളത്. നമ്മൾ ഇവിടെ നിർത്തി കഴിയുമ്പോൾ തന്നെ കാണാം മെന്യു കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ നോക്കി വെക്കുക. വൺസ് വി ആർ റെഡി, ഹസാർഡ് ലൈറ്റ്സ് ഇടുക. അപ്പോൾ പുള്ളിക്കാരി വരും, ഓർഡർ എടുക്കും. തൊട്ട് പുറകെ ഫുഡുമായിട്ട് അവർ ട്രെയിനകത്ത് വെച്ചുകൊണ്ട് തന്നെ വരും. പിന്നെ ഈ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡബിൾ ആംസ് ആണ്. സോ നിങ്ങളുടെ ഡോറിൻ്റെ ട്രിമ്മിനകത്തായിട്ടാണ് ഈ സാധനം ഇരിക്കുന്നത്. പിന്നെ എക്സ്റ്റെൻഡബിൾ ആം ഉള്ളത് കൊണ്ട് തന്നെ ഏത് വണ്ടിയിലും എത്ര വിട്ടാണെങ്കിലും ഫിറ്റ് ആവും. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ BC ബീഫ് ബർഗറും ഫ്രൈസും ആണ്. അതേപോലെ ഫിഷ് ആൻഡ് ചിപ്സും നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. വളരെ നല്ല ഫുഡ് ക്വാളിറ്റി ആയിരുന്നു. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് നൈസായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകും. പിന്നെ ലൊക്കേഷൻ വന്നിട്ട് വൈറ്റ് സ്പോട്ട് റെസ്റ്റോറൻ്റ് ആണ് അറ്റ് ബേർണബി നോർത്ത് റോഡ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇറ്റ്സ് റിയലി നൈസ്. ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ഒരു വൈബ് തന്നെയാണ് വണ്ടിക്കകത്തിരുന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിശന്നിരിക്കുന്ന കൂട്ടുകാരന് ഇത് അയച്ചും കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.